നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളായിട്ട് ഞാൻ ഇൻട്രോ ഒന്ന് മാറ്റണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തതാണ്. നന്നായിട്ടുണ്ടോ അതോ ബോറായോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ. നമ്മൾ പുതിയ വീഡിയോയിലേക്കൊന്ന് പോയാലോ? ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ കുറച്ച് ദിവസങ്ങളായി ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചതാണ്. പക്ഷേ കുറച്ച് റീസൺസൊക്കെ കാരണം വീഡിയോ എഡിറ്റ് ചെയ്യാനും ഇതേപോലെ വോയിസ് ഓവർ കൊടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ കുറച്ച് ഡേയ്സ് ലേറ്റായി. എന്നാലും ഇന്ന് ഞങ്ങൾ കുഞ്ഞുമണീൻ്റെ 28 എന്ന് പറയുമ്പോൾ നൂലോട്ട് അങ്ങനെയും പറയാം. ഇവിടേക്ക് 28 എന്നാണ് പറയാറ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ എണീറ്റു, എല്ലാം സെറ്റായിട്ട് ഇങ്ങനെ അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അവരും കുറച്ച് നേരത്തെ തന്നെ വന്നു കേട്ടോ, കാരണം മുഹൂർത്തം കുറച്ച് നേരത്തെ ആയിരുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടാവുമ്പോൾ ഉറക്കം വരാറില്ല. ഇപ്പോൾ പിന്നെ കുട്ടികളും അങ്ങനെ ഉറങ്ങുന്ന കൂട്ടത്തിലല്ലാത്തതുകൊണ്ട് ഉറക്കം കഷ്ടമാണ്. എന്നാലും കുഴപ്പമില്ല, പ്രോഗ്രാമിന് അത്യാവശ്യം റെഡി ആയിട്ട് തന്നെ ഹാപ്പി ആയിട്ട് തന്നെ നിൽക്കുമായിരുന്നു ഞങ്ങൾ. അങ്ങനെ നൂലായിട്ടും ഇതേപോലെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ മോൾക്കൊരു ക്ഷീണമൊന്നും ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ അവളുടെ കുറച്ച് ഫോട്ടോസ് എടുത്ത് ഞങ്ങൾ. എന്തായാലും ചെറിയ പ്രോഗ്രാം ആണെങ്കിലും കുറച്ച് ആളുകൾ കൂടുമ്പോൾ ചൂടും തിരക്കും കൂടും. അതുകൊണ്ട് തന്നെ കുറച്ച് ഫോട്ടോസ് ആദ്യം എടുത്ത് വെച്ച്. സ്ഥലം പിന്നെ അത്ര സ്പേഷ്യസ് അല്ലെങ്കിൽ പിന്നെ പറയേണ്ടതുമില്ല. അതൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ചടങ്ങുണ്ടായിരുന്നു. അത് കുറച്ച് നേരം കൊണ്ട് തന്നെ കഴിഞ്ഞു. അങ്ങനെ മോളെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് തന്നെ ഫീഡ് ചെയ്തു. പിന്നെയാണ് റീസ്റ്റാർട്ട് ചെയ്തത്, ഗിഫ്റ്റുകൾ വാങ്ങിയതും ചെറിയ ചടങ്ങ് ബാക്കി ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചെയ്തത്. എന്തെങ്കിലുമൊക്കെ ഒരു ആൾക്കാർ കൂടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന നമ്മളെ റൊട്ടീൻസ് വരെ നമ്മളൊന്ന് ഹറിബറി ആക്കുമല്ലേ, അതുപോലെയായിരുന്നു അമ്മ ചെയ്യുന്നത്. കുറച്ച് നേരം ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തു. പിന്നെ അങ്ങനെ എല്ലാം സ്റ്റാർട്ട് ചെയ്തു. തേനും വഴമ്പല്ല, മറ്റേ വഴമ്പ് കൊടുക്കില്ലേ, അതിന് വേറെന്തോ പേരുണ്ട്, അതൊക്കെ കുറച്ച് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ഒരു പാവം കുഞ്ഞുമണിയായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ, ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ആളൊന്ന് മാറ്റി ആ ഒരു തിരക്കുന്ന്. ഇപ്പോഴും നിങ്ങൾ കാണുന്ന പോലെ വഴമ്പും ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം മുൻകാലത്ത് മുതിർന്നവർ പറയുന്നത് പോലെ നല്ലതാണെന്നൊക്കെ വിശ്വസിച്ചിരുന്നു അല്ലേ. പക്ഷേ ഇന്നത്തെ ജനറേഷൻ അത്ര ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെ അത് ചെയ്യാറുമില്ല. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. വഴമ്പൊന്നും കൊടുത്തിട്ടില്ല. 28-ാം ദിവസം ഒരു ചെറിയ ചടങ്ങ് മാത്രമാണ് ചെയ്തത്. പിന്നെ മേൽ തേച്ച് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് പറയാറുണ്ട്. പക്ഷേ അത് നമ്മൾ പിന്നീട് അങ്ങ് തുടർച്ചയായിട്ട് ചെയ്തിട്ടില്ല. അത് ശരിക്കും എത്രത്തോളം നല്ലതാണ് അത് ഓരോരുത്തരുടെ വിശ്വാസം അനുഭവത്തിലൊക്കെ ആശ്രയിച്ചിരിക്കുമായിരിക്കും. അങ്ങനെ ആ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. അതുപോലെ നമ്മുടെ പ്രധാന ചടങ്ങായ നൂലുകെട്ടും നടത്തി. ആ ചെറിയ ഫംഗ്ഷൻ്റെ ഒരു പോർഷൻ ഇവിടെ കഴിഞ്ഞു. അങ്ങനെ ഓരോ ചടങ്ങുകളായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ മോൾക്ക് ഗിഫ്റ്റൊക്കെ കിട്ടി. ചില ഗിഫ്റ്റൊക്കെ ഒന്ന് ഇടാൻ ശ്രമിച്ചു കേട്ടോ, ഇട്ട് കൊടുക്കാൻ നോക്കി. പക്ഷേ അവളത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല. ചൂടായതുകൊണ്ടും തിരക്കായതുകൊണ്ടും ഒക്കെ പൊതുവെ കുട്ടികൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്ത് പിന്നെയാണ് റീസ്റ്റാർട്ട് ചെയ്തത്. കുറച്ച് ഫോട്ടോ സെക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളെപ്പോഴും ഫോട്ടോസ് എടുത്ത് വയ്ക്കുമല്ലോ. അതിപ്പോൾ എന്ത് ചെറിയ പ്രോഗ്രാം ആണെങ്കിലും ജസ്റ്റ് ഫാമിലി മെമ്പേഴ്സ് മാത്രമാണെങ്കിലും അതൊരു മെമ്മറി ആയിട്ട് കീപ്പ് ചെയ്യുന്നത് കൊണ്ട് ഫോട്ടോസും ഫോട്ടോഗ്രാഫറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ എടുത്തു. ഇതൊക്കെ കണ്ട് എകമോളും സായിക്കുട്ടിയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഇങ്ങനെയുള്ളൊരു എന്താ പറയുക, ഒരു ആവേശം അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ്.
ചടങ്ങുകളൊന്നും ഇല്ലെങ്കിലും കുറച്ച് നീണ്ടുപോയി. മോൾക്ക് കരച്ചിലും ഒക്കെ ആയതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ഒഴിവാക്കാനാവാത്ത ചില ചെറിയ ചടങ്ങുകളെല്ലാം ചെയ്ത് അതിനുശേഷം ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് നമ്മൾ വീട്ടിലൊരുക്കിയൊന്നുമല്ല കേട്ടോ. സ്പേസ് കുറവായതുകൊണ്ടും പിന്നെ കുറച്ചുകൂടെ ആക്സസിബിലിറ്റി ഇപ്പോൾ ഉള്ളത് കാറ്ററിംഗ് ആണല്ലോ. അപ്പോൾ കാറ്ററിംഗ് ആയിരുന്നു. എന്നാലും നല്ല ഫുഡ് തന്നെയായിരുന്നു. നമ്മളെപ്പോഴും ഓർഡർ ചെയ്യുന്ന സ്ഥലത്ത് തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം എന്താ കുറച്ച് ഫോട്ടോസ് എടുത്ത് അങ്ങനെ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വളരെ ചെറിയൊരു ഫംഗ്ഷനായിരുന്നു. എന്നാലും നമുക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ്, വേണ്ടപ്പെട്ട ചില ആളുകൾ മാത്രം ഉണ്ടായ ഒരു നല്ല സമയം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും കമൻ്റായിട്ട് അറിയിക്കണേ. സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.